വാർത്തകളിലേക്ക് തിരികെ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. മതമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, എന്താണ് അതിൻ്റെ വിവരം? എവിടെയാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഈ കുറ്റിക്കാട്ട് വീട്ടിൽ പുരുഷോത്തമൻ എന്ന ആള് ദീർഘകാലമായി ടാപ്പിംഗ് ജോലി നടത്തി ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ റബ്ബർ ടാപ്പിംഗിന്റെ ഭാഗമായി പാട്ടത്തിനെടുത്ത ഭൂമിയിൽ റബ്ബർ ടാപ്പിംഗ് നടത്തി വരികയാണ്. അങ്ങനെ മതമ്പയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ റബ്ബർ പാട്ടത്തിനെടുത്ത് ടാപ്പിംഗ് നടത്തി വരുന്നതിനിടയിലാണ് ഇന്ന് ഇദ്ദേഹത്തിന് നേരെ ടാപ്പിംഗ് ചെയ്യുന്നതിനിടയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാനത്തെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ഇദ്ദേഹം ദീർഘകാലമായി ആ പ്രദേശത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പോയി ടാപ്പിംഗ് നടത്തി വീട്ടിലേക്ക് മടങ്ങി വരികയും രാവിലെ വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ അതിദാരുണമായ മരണം സംഭവിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സമീപ നാളിൽ ആ പ്രദേശത്ത് ഒരു വീട്ടമ്മയെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയിരുന്നു. അത് ഒരു 5 മാസം മുൻപ് നടന്ന ഒരു സംഭവ വികാസമാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ മതമ്പയിലെ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് TR&T എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ മതമ്പ എന്ന് പറയപ്പെടുന്ന ഭാഗം. ഇത് ഇടുക്കി ജില്ലയിലാണ് ഉള്ളത് എങ്കിൽ കൂടിയും കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങൾ കൂടിയാണ്. ശബരിമല ശരി സനോജാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.